നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ്റെ പ്രഭാത സവാരി സൈക്കിളിലാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പുതുപ്പള്ളി MLAയും പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥിയുമായ ചാണ്ടി ഉമ്മനാണ് രാവിലെ പ്രഭാത സവാരിക്കായി സൈക്കിളുമായിട്ട് എത്തിയത്. പുതുപ്പള്ളിയുടെ വഴിയോരങ്ങളിൽ അദ്ദേഹത്തെ കണ്ട് ആൾക്കാർ പെട്ടെന്ന് ഞെട്ടുകയാണ്. കാരണം തികച്ചും ഇതുപോലെ കേരളത്തിൽ ഒരു MLAയും ഇതുപോലെ ഒരു സൈക്കിളെ നടന്നത് നമ്മൾ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടുന്നത് ഒരു വേറിട്ട പ്രചരണവുമായിട്ടാണ്. കാരണം നിങ്ങൾക്കറിയാം, ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ചുവരെഴുത്തുകളും എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതോടൊപ്പം തന്നെ സൈക്കിൾ സവാരി ഇന്നലെ പാമ്പാടിയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് ആരംഭിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് മാറ്റുകൂട്ടുകയാണ് ഉണ്ടായത്. കാരണം സാധാരണക്കാരെ ആയിട്ട് കൂടുതൽ ഇടപഴകാൻ നല്ലതും അവരെ കണ്ട് കുശലം പറയാനും എല്ലാം നല്ലത് സൈക്കിൾ തന്നെയാണ്. അതുപോലെ എല്ലാം ഇവിടെ നിർത്തിയ ആൾക്കാരുമായിട്ട് നമുക്ക് വർത്തമാനം പറയാം. മറ്റ് പലരും നമ്മൾ കണ്ടുവരുന്നത് കാറിലൊക്കെ ഇരുന്നുകൊണ്ട് ടാറ്റ കാണിച്ച് പോകുന്നതല്ലാതെ ആൾക്കാരുമായിട്ട് യാതൊരു സഹകരണവുമില്ലാത്ത രീതിയിലാണ് പലരും ഇങ്ങനെ കാണിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഫ്ലെക്സും ബോർഡുകളും അതുപോലെ പോസ്റ്ററുകളും കൊടിതോരണങ്ങളും ഒക്കെ വേണ്ടെന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ടൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പം കണ്ടത്, കഴിഞ്ഞ ദിവസം മഴയത്ത് വഴിയോരങ്ങളിൽ കെട്ടിയ തോരണങ്ങളെല്ലാം, സ്ഥാനാർത്ഥിമാരുടെ പോസ്റ്ററുകളെല്ലാം വഴിയിൽ ഇങ്ങനെ അലുത്ത് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എത്രയോ രൂപ മുടക്കിയാണ് ഇതുപോലെയുള്ള പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളൊക്കെ പാതയോരങ്ങളിൽ സ്ഥാപിക്കുന്നത്. അതുപോലെ എന്തുമാത്രം നോട്ടീസുകളൊക്കെ നമ്മുടെ വീടുകളിൽ വരുന്നുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഇത് ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? എന്നാൽ അതിനൊക്കെ വേറിട്ട് അദ്ദേഹം ഈ പ്രാവശ്യം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ കൂടുതൽ. കാരണം നമുക്കറിയാം, ഇപ്പം 5 വയസ്സുള്ള കുട്ടി മുതൽ എത്രയോ പ്രായമുള്ള 90 വയസ്സുള്ള ആൾ വരെ മൊബൈൽ ഫോണിലാണ്. അപ്പം എല്ലാ വാർത്തകളും അവരറിയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തെ ശരിക്കും പ്രയോജനപ്പെടുത്തി തന്നെയാണ് MLA ചാണ്ടി ഉമ്മൻ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകളും അങ്ങനെയുള്ള അതിന് മുടക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിയിലാണെങ്കിലും പാവപ്പെട്ട ഒരാൾക്കൊരു വീട് പണിത് കൊടുക്കാവുന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ പൈസ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയാണ് ഇപ്പം അദ്ദേഹം കണക്ക് കൂട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഏറെക്കുറെ 53 വീടാണ് അദ്ദേഹം പണിതുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറെക്കുറെ 90% വീടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. എല്ലാം താക്കോൽദാനങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൂടാതെ ഇനി അദ്ദേഹം പ്ലാനിട്ടിരിക്കുന്നത് 100 വീടാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ആൾ പോലും ഉണ്ടാവാൻ പാടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ UDF സ്ഥാനാർത്ഥിമാരായ PC വിഷ്ണുനാഥും അഭിജിത്തും എത്തുന്ന അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ ചെന്നതാണ്. അന്നേരമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയെ വെച്ച് MLA സൈക്കിളിൽ അവിടെ വന്നത് കണ്ടത്. കാരണം ഒറ്റയ്ക്ക് സാറിന് MLA അങ്ങനെ ഒറ്റയ്ക്ക് ആരും അങ്ങനെ കാണാറില്ല. ഒറ്റയ്ക്ക് സൈക്കിളും ചവിട്ടിയാണ് അവിടെ വന്നത്. അപ്പം അതിൻ്റെ തൊട്ട് പുറകെ വീട്ടിലേക്ക് പോകുന്ന പുറകെ ഞാനും വാഹനവുമായിട്ട് പുറകെ പോയി. അങ്ങനെ പകർത്തിയതാണ് ഈ വീഡിയോ.
നല്ല കാര്യമാണ്. ആൾക്കാരെ വിചാരിക്കും ചാനലുകാരൻ ഞാൻ വിളിച്ചു വന്നു. രാവിലെ നോക്കി ഇവര് വരിക. ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. അവര് കൊടുത്തു. ആ ബസ്സൊന്നും ഇടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഭയങ്കര ട്രാഫിക്. ഞായറാഴ്ച സ്പീഡിൽ പോകണം. നമുക്ക് നോട്ടീസ് ഉണ്ട്. ഞാൻ മോട്ടോർ ഓഫായി ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരി എന്നാ 23-ാം തീയതി. MLA പള്ളിയിൽ നിന്ന് പോയ പുറകെയാണ് കുട്ടനാട് നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി സജി ജോസഫ് കല്ലറയിൽ വന്നത്. അത്തരം ക്രമീകരണം ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഉമ്മൻചാണ്ടി സാറാണ് എൻ്റെ എക്കാലത്തെയും നേതാവ്. അദ്ദേഹത്തിൻ്റെ അവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്ന് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. നാളെ നോമിനേഷൻ കൊടുക്കും. ഇവിടെ സാറിൻ്റെ എല്ലാ അനുഗ്രഹവും പിന്തുണയും കുട്ടനാട്ടിലെ ജനങ്ങളോടൊപ്പം എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം. ഈ 3 മുന്നണിക്കൊപ്പമുള്ള ഈ ഒരു മത്സരം അനുകൂലമായിട്ട് തീർച്ചയായും. കാരണം കുട്ടനാട്ടിലെ ജനങ്ങൾ ഇത്തവണ പേയ്മെൻറ്റ് രാഷ്ട്രീയത്തിനെതിരാണ് എന്ന് കുട്ടനാട്ടിലെ സാധാരണക്കാർ തെളിയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുക. പിന്നീട് ഞങ്ങൾ PC വിഷ്ണുനാഥിനെയും അഭിജിത്തിനെയും കാത്ത് പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്തേക്ക് പോയി. കണ്ടില്ലായിരുന്നു. ഇതായിരുന്നു. ആരും അങ്ങനെ പുതുപ്പള്ളിയിൽ അങ്ങനെ ആർക്കും ഇത് സംഭവം അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നമ്മുടെ മീനു ഇല്ലേ അത് സോഷ്യൽ മീഡിയ പുള്ളിക്കാരത്തി 2 സൈഡിലും ഉണ്ട്. കല്ലുണ്ടെന്ന് ഇവിടെ പള്ളി വരുന്നവർക്ക് പോലും അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിച്ചു ഇതുപോലെ കല്ല് ഏതാണ്. നമ്മൾ കയറി വരുമ്പോഴത്തേന് ഇത് കാണുന്നോണ്ടേ അതെ 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 ഇങ്ങനെ ഇറങ്ങാം. എന്നാലും അവരെ അറിയുന്നുള്ളൂ, അല്ല അറിയത്തില്ലല്ലോ. പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്ത് പുതിയ പടികളുടെ നവീകരണത്തിനോടനുബന്ധിച്ചാണ് കയറി വരുന്നിടത്ത് ഇതുപോലെ ഒരു കല്ല് സ്ഥാപിച്ചത്. ഈ കല്ലിങ്ങനെ കറങ്ങുന്ന രീതിയിലാണ്. നമ്മൾ പള്ളിയുടെ മുൻവശത്തോട്ട് കയറി വരുമ്പോൾ 18 പടികളാണ് പുതുതായിട്ട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലുമായിട്ടും ഈ കറങ്ങുന്ന രീതിയിലുള്ള കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള മീനു ഉതുപ്പ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ കല്ലിനെ പറ്റി. അങ്ങനെയാണ് ഈ പുതുപ്പള്ളിയിലും ഈ പരിസരത്തുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ഒരു കല്ലിനെ പറ്റി എല്ലാവരും അറിയുന്നത്. പടികളോട് 2 സൈഡിലായിട്ട് ഇതുപോലെ തന്നെ കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പടികൾ ആരംഭിക്കുന്നതിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമാണ്. അതിൻ്റെ ഏറ്റവും മുകളിലൊരു കുരിശാണ് സ്ഥാപിച്ചിരിക്കുന്നത്. താഴെവശത്താണ് ഈ കല്ല് കറങ്ങുന്ന രീതിയിൽ. അതിലിങ്ങനെ എഴുത്തുണ്ട്, ഗീവർഗീസ് സമുദായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ള എഴുത്തൊക്കെ അതിലുണ്ട്.